ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഇതിൻ്റെ മസാല ചെയ്തെടുക്കാൻ വേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുക്കണം. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചെമ്മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെമ്മീൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ചെമ്മീനിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചെമ്മീൻ നല്ലപോലെ കുക്കായി കിട്ടില്ല. ഇതൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. 2 സൈഡും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ഇതേ പാനിൽ തന്നെയാണ് മസാല ചെയ്തെടുക്കുന്നത്. ഇതിൽ എണ്ണ കുറവായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ സവാള ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ നല്ലപോലെ പഴുത്ത തക്കാളിയാണ് എടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അടച്ചൊന്നും വെക്കുന്നില്ല. തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണിനേക്കാളും കുറവ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ഞാനിത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇവിടെ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലെ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇത് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.